എല്ലാവർക്കും നമസ്കാരം. വിദ്യാവിവാദായ ധനം മദായ ശക്തിപരേഷാം പരിപീഡനായ ഖലസ്യ സാധോർ വിപരീതമേതത് ജ്ഞാനായ ദാനായ ച രക്ഷണായ. രണ്ട് വിഭാഗം ജനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുകയാണ്. ഒന്ന്, ദുഷ്ടന്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കും, അതുപോലെ സജ്ജനങ്ങളുടെ പ്രവൃത്തി എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിശദമായിട്ട് ഈ ഒരു സുഭാഷിതത്തിലൂടെ പറയണത്. ഒരു ദുഷ്ടന് വിദ്യ ലഭിച്ചാൽ വിവാദത്തിനായിക്കൊണ്ട്, തർക്കത്തിനായിക്കൊണ്ട് അതിനെ വിനിയോഗിക്കുന്നതാണ് പറയണത്. പിന്നെ ശക്തിയുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട്, പണമുണ്ടെങ്കിൽ അത് അഹങ്കരിച്ചുകൊണ്ട് തീർക്കുന്നതാണ് പറയാം. ഇതേ സംഭവം തന്നെ ഒരു സജ്ജനത്തിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആത്മജ്ഞാനത്തിനായിക്കൊണ്ട് അത് ഉപയോഗിക്കും വിദ്യ. അതുപോലെ തന്നെ ധനം ദാനത്തിനായിക്കൊണ്ട് ഉപയോഗിക്കും. പിന്നെ നല്ല ശക്തിയുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് അത് ഉപയോഗിക്കും. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ദുഷ്ടന്മാരുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ ദുഷ്ടത്തരം മാത്രമേ ചെയ്യൂ. പക്ഷേ സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ അത് നല്ല പ്രവൃത്തി ചെയ്യും, നല്ല ചിന്താഗതി ഉണ്ടാവും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാവിവാദായ ധനം മദായ ശക്തിപരേഷാം പരിപീഡനായ ഖലസ്യ സാധോർ വിപരീതമേതത് ജ്ഞാനായ ദാനായ ച രക്ഷണായ. നന്ദി, നമസ്കാരം.